الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ നംൽ 54-ാമത്തെ വചനത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ലൂത്ത് നബിയെയും നാം അയച്ചു എന്നാണ് പറഞ്ഞതിന്റെ അദ്ദേഹത്തിന്റെ ജനതയോട് അദ്ദേഹം പറഞ്ഞ സന്ദർഭം, അത്തൂന നിങ്ങൾ ചെല്ലുകയാണോ, അത്തൂനൽ ഫാഹിഷത നിങ്ങൾ ദുഷ്പ്രവൃത്തിക്ക് വേണ്ടി ചെല്ലുകയാണോ, അതായത് നീചവൃത്തിക്ക് വേണ്ടി പ്രവർത്തനത്തിന് വേണ്ടി ചെല്ലുകയാണോ എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ വേറൊരു പുരുഷനെ തന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഈ രൂപത്തിലുള്ള നികൃഷ്ടമായ വിചാരം അതിനു മുമ്പ് ലോകത്താരും തന്നെ ചെയ്തിട്ടില്ലാത്ത, മുൻ മാതൃകയില്ലാത്ത ഒരു തരത്തിലുള്ള വ്യഭിചാരമായിരുന്നു, കാമപൂർത്തീകരണമായിരുന്നു അവർ നടത്തിയിരുന്നത്. അതിനെപ്പറ്റിയാണ് ഇത്രയും വൃത്തികെട്ട ഈ നീചവൃത്തിക്ക് വേണ്ടി നിങ്ങൾ ചെല്ലുകയാണോ എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം തന്നെ വളരെയധികം സങ്കടത്തോടുകൂടി തന്നെ ജനതയോട് ചോദിക്കുന്നത്. വാന്തും തുബ്സിറൂ, നിങ്ങൾ കണ്ടുകൊണ്ടും തന്നെ എന്ന് പറഞ്ഞാൽ, ഇതാ നിങ്ങൾക്കറിയില്ലേ, ഇത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നില്ലേ, നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടുന്നില്ലേ, നിങ്ങൾ പരസ്യമായി ചെയ്ത് പലതരത്തിലും മുസ്ലിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് അവർ പരസ്യമായി തെറ്റ് ചെയ്യുകയാണ്, യാതൊരു തരത്തിലുള്ള സങ്കോചവുമില്ലാതെ പരസ്യമായി ചെയ്ത തെറ്റാണ്, അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടത് ചെയ്യുന്നു എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം അവരോട് പറയാനുള്ള കാരണം, ആ രൂപത്തിൽ വ്യക്തമായി അറിഞ്ഞുകൊണ്ടും കണ്ടുകൊണ്ടും അതിനെ വ്യക്തമായത് ബോധ്യപ്പെട്ടുകൊണ്ടും പരസ്യമായി കൊണ്ടും ഈ നീചവൃത്തിയിൽ അവർ വ്യാപൃതരാകുകയാണ്. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ഇത്തരം വൃത്തികേടുകൾ അതിന്റെ കൂടെ ശിർക്കുമുണ്ട്, കുഫ്റുമുണ്ട്, അല്ലാഹുവല്ലാത്ത അല്ലാഹുവിന്റെ സത്യങ്ങളെ ആരാധിക്കലുമുണ്ട്. ഈ രൂപത്തിൽ വലിയ വലിയ ചെയ്തികൾ, ദുഷ്പ്രവർത്തനങ്ങൾ, അതിക്രമങ്ങൾ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം അവരെ പിടികൂടുന്നടങ്കം നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഒരുതരം ചരൽക്കല്ലുകൾ നരകത്തിലെ ചുട്ടുപഴുത്ത കല്ലുകൾ കല്ലിന്റെ മഴവരമേൽ വർഷിക്കുകയുണ്ടായി. അങ്ങനെ അവർ ഒന്നടങ്കം നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്.